പുണ്യവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എന്ന് എല്ലാ അറബ് രാജ്യങ്ങൾക്കും കാണാൻ പാഠമാണ്. ഇസ്രായേൽ എന്ന രാജ്യം പിറവി കൊണ്ട ഉടനെ തന്നെ അറേബ്യൻ രാജ്യങ്ങളെ 6 ദിവസം കൊണ്ട് ചൂണ്ടുവിരലിൽ നിർത്തിയ പാരമ്പര്യമുണ്ട് ഇസ്രായേലിന്. അതുകൊണ്ട് ജനുവരി 19-ാം തീയതി വെടിനിർത്തൽ കരാറിൽ 2 രാജ്യവും ഒപ്പുവയ്ക്കുന്നു. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും ഒക്കെ അധ്യക്ഷതയിൽ ചേർന്ന ഒരു യോഗത്തിൽ തീരുമാനമാകുന്നു. പക്ഷേ മാർച്ചില് ഗാസയിൽ ഇസ്രായേൽ സൈന്യം വീണ്ടും അക്രമം ആരംഭിച്ചു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഹമാസ് ആണ് അങ്ങോട്ട് കയറി ആക്രമിച്ചത്. ഹൂതികളെ കൊണ്ട് കടൽ മാർഗത്തിലും ഹിസ്ബുല്ലയെ കൊണ്ട് കരമാർഗത്തിലൂടെയും എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ഹമാസ് ചെയ്തു. അങ്ങനെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കാതെ വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വരുത്താതെ തന്നെ 2 രാജ്യവും തമ്മിൽ വീണ്ടും പൊരിഞ്ഞ പോരാട്ടമായി. ബാക്കിയുള്ള 59ഓളം ബന്ദികളെ മോചിപ്പിക്കുകയും ഗാസയെ സൈനികവൽക്കരിക്കുകയും ചെയ്യുന്നതുവരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേലി ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു കരാർ ഉണ്ടാക്കിയാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കൂ എന്ന് ഹമാസും വാദിച്ചു. ആ യുദ്ധം താഴെയിടാനുള്ള ആവശ്യങ്ങൾ നിരസിക്കുകയും ചെയ്യുന്നു. അധിനിവേശം ആരംഭിച്ചത് മുതൽ 50,000-ഓളം സാധാരണക്കാരായിട്ടുള്ള നിരപരാധികളെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തി. അതോടൊപ്പം തന്നെ ഹമാസിന്റെ സായുധ സംവിധാനങ്ങളിലെ ഓരോ തലയെയും ഇസ്രായേൽ പൂപറിക്കുന്ന ലാഘവത്തോടുകൂടി പറിച്ചെടുത്ത് ഗാസയിലേക്ക് പാർസലായിട്ട് അയച്ചു. ഗാസ മുനമ്പിലുടനീളം ഇസ്രായേൽ നടത്തിയ സൈനിക ആക്രമണങ്ങളിൽ സ്ത്രീകളും കുട്ടികളും ഹമാസ് ഭീകരരുമൊക്കെ ഉൾപ്പെടെ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസ മുനമ്പിലെ ജബലിയയിലുള്ള UN നിയന്ത്രണത്തിലുള്ള ഒരു സ്കൂളിൽ നടന്ന ആക്രമണത്തിൽ 6 പേര് കൊല്ലപ്പെട്ടു. ഒരു ദിവസം മാത്രം, ഇന്നലെ മാത്രം നിരവധി പേർക്ക് പരിക്കേറ്റു. പക്ഷേ ഹമാസിന്റെ കമാൻഡ് സെന്റർ ലക്ഷ്യമിട്ടിട്ടായിരുന്നു ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ തന്ത്രം 100 നിരപരാധികൾ കൊല്ലപ്പെട്ടാലും ശരി, ഒരു അപരാധി, ഒരു ഹമാസ് ഭീകരൻ രക്ഷപ്പെടരുത്. കാരണം ആ ഭീകരൻ രക്ഷപ്പെട്ടാൽ ലോകത്തിന് തന്നെ വലിയ രൂപത്തിൽ വിപത്തുകൾ വിഭാവനം ചെയ്യാൻ ആ വ്യക്തി മതിയാകും. 2023 ഒക്ടോബർ 7-ാം തീയതി തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണമാണ് ഈ യുദ്ധത്തിന് തുടക്കമിട്ടത്. അപ്പോൾ കയറി ചൊറിഞ്ഞതാര? ഗുദ്ര കലാപം പോലെ കയറി ചൊറിഞ്ഞു. തിരിച്ചു മാന്തിപ്പൊളിക്കൽ കിട്ടുമ്പോൾ നെഞ്ചിലിടിച്ച് നിലവിളിച്ചിട്ട് എന്താ കാര്യം? അതില് 1200 മുതൽ 1400 വരെ ആളുകൾ കൊല്ലപ്പെട്ടു. ഇസ്രായേലികൾ 251 പേരെ, 257 എന്ന് പറയപ്പെടുന്നു, ഗാസയിലേക്ക് ബന്ദികളാക്കി ഹമാസ് കൊണ്ടുപോയി. ഇസ്രായേലി കണക്കുകൾ അതാണ് പറയുന്നത്. പിന്നീട് ഇസ്രായേലി ആക്രമണത്തിൽ 51,000-ത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടു. അപ്പോ നമ്മുടെ നാട്ടിൽ പറയും ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്ന ടീംസ് എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിൽ ജനിച്ചിട്ട് ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ദേശീയതയും എന്താണ് എന്ന് വ്യക്തമായി അറിഞ്ഞിട്ടും ഹമാസിനെ പോരാളികളാണ് എന്ന് പറയാൻ സാധിക്കുന്ന, താലിബാനികളെ വിസ്മയമാണ് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ഹമാസ് ഭീകര വനിത ഈ കേരളത്തിലുണ്ട്. അവരെ നമുക്കൊന്ന് മനസ്സിലാക്കണ്ടേ. ഇനി കാനഡയിൽ പോയിരുന്നാലും അമേരിക്കയിൽ പോയിരുന്നാലും ഗൾഫ് രാജ്യങ്ങളിൽ പോയിരുന്നാലും ശരി, ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർ രാജ്യദ്രോഹികളാണ്, രാജ്യവിരുദ്ധരാണ്, സംശയമില്ല. എല്ലാവർക്കും നമസ്കാരം. പാലസ്തീന് വേണ്ടി ഹമാസിനോടൊപ്പം ചേർന്ന് പോരാടുന്ന ഒരു മലയാളി വനിതയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
കേൾക്കും തന്നെ അത്ഭുതം തോന്നും അല്ലെ. ഹമാസിനോടൊപ്പം ചേർന്ന് പോരാടാൻ ധൈര്യമുള്ള മലയാളി സ്ത്രീയോ എന്ന്. അവർ ഹൂതികളോടും ഒപ്പം തോളോട് തോൾ ചേർന്ന് പോരാടുന്ന ഒരു ധീര മലയാളി വനിതയാണ്. ഈ പോരാടുക എന്ന് പറയുമ്പോൾ അവര് പാലസ്തീനിൽ ചെന്ന് അല്ലെങ്കിൽ ഹൂതികളോടൊപ്പം യമനിൽ ആണ് പോരാടുന്നത് എന്ന് കരുതരുത്. അവർ പോരാടുന്നത് അവർ കൂടി, അതായത് ആയുധത്തോടുകൂടിയും പോരാടാം, ആയുധമില്ലാതെയും പോരാടാം. മനസ്സിലായോ? അതായത് ലോകത്തിന് മുഴുവനും വിപത്ത് വിഭാവനം ചെയ്യുന്ന ഐസിസ് ഭീകരരെക്കാൾ വലിയ സൈലന്റ് കില്ലേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഇല്ലെന്ന് പറയാമോ? നിശബ്ദരായിട്ടുള്ള കൊലയാളികൾ, വമ്പൻ തീവ്രവാദികൾ. എനിക്ക് തീവ്രവാദിയാകണമെങ്കിൽ ഞാൻ ആയുധവും എടുത്ത് സായുധ വിപ്ലവത്തിന് ഇറങ്ങണ്ട. അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് വേണ്ടുന്ന പരിരക്ഷ ഉറപ്പുവരുത്തുകയും പണം അതുപോലെ അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ ഇതൊക്കെ നൽകിയും അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചും എനിക്ക് ഭീകരവാദത്തെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. കാനഡയിലെ അവരുടെ വീട്ടില് അവര് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് യൂട്യൂബിലൂടെയാണ് അവരുടെ ഈ പോരാട്ടം. അവര് വെറുതെ പോരാടുക മാത്രമല്ല കേട്ടോ, പാലസ്തീന് വേണ്ടി. മനസ്സിലായില്ലേ? കാനഡ അമ്മായി അതേ ജീവനും ജീവിതവും അവരുടെ മാധ്യമ പ്രവർത്തനവും അറിവും എഫേർട്ടും ടൈമും ഒക്കെ ഹമാസിന് വേണ്ടി നൽകാൻ തയ്യാറായിട്ടുള്ള ഒരു വനിത. ഇസ്രായേലിനെ അവര് ശപിച്ച് നശിപ്പിക്കാനും കഴിവുള്ള ഒരാളാണ്, അതിന് ശ്രമിക്കുന്ന ഒരാളാണ്. ഇസ്രായേൽ മുടിഞ്ഞ പണ്ടാരടക്കുന്ന ആറാണക്കല്ല് ബാഗി പോട്ടെ എന്ന് ഞാൻ പ്രാഗിയാണ്. പൊളിറ്റിക്കലി കറക്റ്റ് ആകുമോ ഗൈസ്? നിങ്ങളും തലയിൽ കൈവച്ച് മുടിഞ്ഞ പോട്ടെ ഇസ്രായേൽ നെതന്യാഹുന്ന് ഒന്ന് പ്രാഗിക്കോ. ഇസ്രായേലിനെ ഞാനേ ഓർത്തു പോകുന്നത് ഈ പടച്ചോന്റെ ഖുർആനിലെ ചില വചനങ്ങളുണ്ട് കേട്ടോ. എന്തിനും സാധ്യമായിട്ടുള്ള പടച്ചോൻ പ്രാഗും. ഒന്നാലോചിച്ചു നോക്കേ, നമ്മൾ വിചാരിച്ചാൽ എന്തും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് വിചാരിച്ചോ. എന്തിനാ പ്രാഗം അങ്ങ് ഇല്ലാതാക്കിയാ പോരെ? പടച്ചോൻ വിചാരിച്ചാൽ ഈ ബഹുദൈവാരാധകരെ, വിഗ്രഹാരാധകരെ, നസ്രാണികളെ, യഹൂദന്മാരെ, ക്രിസ്ത്യാനികളെ ഒക്കെ പുഷ്പം പോലെ ഇല്ലാതാക്കാൻ പറ്റില്ലേ? പറ്റും. പിന്നെന്തിനീ പ്രാവുന്നത്? മണ്ണും മണലുമാ പോവേ എന്തിന്? കല്ലിലടിച്ച പൂക്കുല പോലെ പോവേ എന്തിന്? ഉരുപ്പിടിക്കമാട്ടേ. ഒരു നിസ്സഹായതയുടെ ഏറ്റവും അവസാന ശ്രമമല്ലേ പ്രാക്ക്? അല്ലേ? ഒരാൾ നമ്മളോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനപ്പോൾ എല്ലാവരോടും വന്ന് ലൈക്ക് അടിക്കാറുണ്ട്. ശരി, അവർക്കതാണ് സാധിക്കുന്നത്. നിനക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരവും എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുന്നതിന് തുല്യമാണിത്. നിനക്ക് വേണ്ടിയിട്ട് ഒരു ചുക്കും ചെയ്യാൻ എനിക്ക് പറ്റില്ലടേ എന്ന് പറയുന്നതിന് തുല്യമാണ് ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം ഞാനൊരു വിശ്വാസിയല്ലാത്തത് കൊണ്ട് എനിക്ക് അങ്ങനെ കരുതാനേ തരമുള്ളൂ. കാരണം ഒരു പടച്ചോനിലും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് ഈ പ്രാർത്ഥന കൊണ്ടൊന്നും ഒരു ഫലവുമില്ലെന്നും ഞാൻ എൻ്റെ കർമ്മത്തിലാണ് വിശ്വസിക്കേണ്ടതെന്നും വിചാരിക്കുന്ന ആളാണ് ഞാൻ. ഒന്നുകിൽ എൻ്റെ കർമ്മം, അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കർമ്മം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകും ജീവിതത്തിൽ എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ മറ്റൊരാൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ, അല്ല നിങ്ങൾ പ്രാർത്ഥിക്കരുത് അങ്ങനെയൊന്നും പറയാനുള്ള ഒരു ഇടുങ്ങിയ ചിന്താഗതിയൊന്നും എനിക്കില്ല.